ശരി 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 താങ്കൾ ഏതോ യോഗത്തിലാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല കൂടി ടെലിഫോൺ ലൈനുണ്ട്, കോൺഗ്രസ് നേതാവ്. ജ്യോതികുമാർ ചാമക്കാല, ഇതിപ്പോൾ ഒരു വാർഡിലെ കോട്ടയ്ക്കൽ നഗരസഭയിലെ 7ാം വാർഡിലെ മാത്രം കാര്യമാണ്. 42-ൽ 38 പേരും അനർഹരാണ്. BMW ഉള്ളവർ പോലുമുണ്ട്. ഇതിപ്പോൾ കേവലം ഉദ്യോഗസ്ഥരെ മാത്രം ഈ വിഷയത്തിൽ പ്രതികളാക്കിയാൽ, അന്വേഷണം നടത്തിയാൽ തീരുന്നൊരു പ്രശ്നമാണോ ഇത്? ഇവിടെ ഇത്തരത്തിൽ ആർക്കൊക്കെയാണ് സുരക്ഷാ പെൻഷനുകൾ നൽകേണ്ടതെന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശമുണ്ട്. ആ മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൽകേണ്ടത്. ഇനി അതിൽ തന്നെ കൃത്യത വരുത്തുന്നതിന് വേണ്ടിയായിട്ടാണ് മസ്റ്ററിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ ലൂപ്പ് ഹോൾ എല്ലാമുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചുകൊണ്ട് അനർഹരായിട്ടുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണെങ്കിൽ BMW ഉള്ളവർക്ക് പോലും സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അനർഹരായിട്ടുള്ളവർ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുകയും അവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കുകയും വേണം. ഒപ്പം അതിന് സഹായിച്ച ആ ലിസ്റ്റിലേക്ക് കടന്നുകൂടാൻ സഹായിച്ചിട്ടുള്ളവർ ആരായാലും അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് ഉദ്യോഗസ്ഥ തലത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നായിരുന്നു നമുക്ക് തർക്കമില്ല. കാരണം ഇത് തയ്യാറാക്കുന്നതും ഈ ലിസ്റ്റ് കൊടുക്കുന്നതും ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതും എല്ലാം ഉദ്യോഗസ്ഥർ തന്നെയാണ്. പക്ഷെ അനർഹരായിട്ടുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി കണ്ടെത്തണം. അതിൽ അങ്ങനെ ലഭിച്ചവരെക്കെതിരെ നടപടി ഉണ്ടാകണം. അവരിൽ പലിശ സഹിതം തിരിച്ചുപിടിച്ചാൽ മാത്രം പോലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുകയും നാളെ ഒരാൾ ഇത് ചെയ്യാത്ത രീതിയിൽ അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയാണ്. അതുകൂടാതെ ഇത്തരത്തിൽ അവരെ ലിസ്റ്റിലേക്ക് കടന്നുകൂടുകയും മസ്റ്ററിംഗ് ഉൾപ്പെടെ നടത്തി എന്ന് പറയുകയും, മസ്റ്ററിംഗിന് വേണ്ടി നമ്മൾ ലക്ഷങ്ങളാണ് മുടക്കിയത്. ആ മസ്റ്ററിംഗ് ഉൾപ്പെടെ നടത്തിയതിനു ശേഷവും അർഹരായിട്ടുള്ളവർ, മസ്റ്ററിംഗിന്റെ ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ അർഹരായിട്ടുള്ളവരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. എന്നിട്ടും സമൂഹത്തിൽ ഒരു കാരണവശാലും സ്വീകരിക്കാൻ പാടില്ലാത്തവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഉൾപ്പെടാനുള്ള സാഹചര്യത്തിൽ കൂടി കണ്ടെത്തി അതിന് കാരണക്കാരായവർക്കെതിരെ കൂടി നടപടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ശരി, ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയ്ക്കൽ നഗരസഭയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ഇത്. കോട്ടയ്ക്കൽ നഗരസഭയിലാണ് പരാതി വരികയും അന്വേഷണം നടത്തുകയും വിജിലൻസ് ചില കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തത്. 42 പേരിൽ 38 പേരും അനർഹരാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ് ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം, സംസ്ഥാനമൊട്ടാകെ 60 ലക്ഷത്തോളം ആളുകൾക്ക് പ്രയോജനപ്രദമായ ഒരു സംവിധാനമാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്രയധികം ക്രമക്കേടുകൾ. സ്വാഭാവികമായും ഈ മേഖലയിലുള്ളവർ പറയുന്നത് പോലെ ഇതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. ഏതൊക്കെ തലങ്ങളിലാണ് ഈ വെട്ടിപ്പ് ക്രമക്കേട് നടന്നത് എന്ന് കണ്ടെത്തണം. നടപടി ഉണ്ടാവുകയും വേണം. വി അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ കൂടുതലായി സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്തൊക്കെയാണ്? പരിശോധന തന്നെയാകും ഏറ്റവും പ്രധാനമായി സർക്കാരിന്റെ ഭാഗത്ത് ഇനി ഉണ്ടാകേണ്ടത്. കാരണം ഈ വിഷയത്തിൽ നിലവിൽ സർക്കാർ ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു, ധനമന്ത്രി ഒരു വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതിൽ കൃത്യമായ പരിശോധനകൾ ഉണ്ടാകേണ്ടതുണ്ട്. വിജിലൻസ് അന്വേഷണം ആഭ്യന്തര വകുപ്പാണ് വിജിലൻസ് അന്വേഷണം നടത്തേണ്ടത്. അത്തരം അന്വേഷണത്തിന് വൈകാതെ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുക. ഇതൊരു ഒന്നോ രണ്ട് നഗരസഭകളിലോ അല്ലെങ്കിൽ 1400 സർക്കാർ ജീവനക്കാരോ മാത്രം ചെയ്യുന്ന ഒരു കുറ്റമായി തെറ്റായി കാണാൻ കഴിയില്ല. വ്യാപകമാണ് ഇത്തരം ക്രമക്കേട്. അത് നമുക്കറിയാം, BMW കാറുള്ളവരൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെങ്കിൽ ആ അവസ്ഥ ആലോചിക്കേണ്ടതാണ്. സംസ്ഥാനത്തിൽ ഏറ്റവും അഭിമാന പദ്ധതിയായി അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തകർ സർക്കാർ ഏറ്റവും അഭിമാനത്തോടെ എടുത്തു പറയുന്ന കാര്യമാണ് ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ. അർഹരായവർക്കല്ലാതെ അനർഹരുടെ കൈകളിലേക്ക് ഇത് പോകുമ്പോൾ സ്വാഭാവികമായും അവിടെ അവസരം നിഷേധിക്കപ്പെടുന്നത്, പണം കിട്ടാതെ പോകുന്നത് ഈ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾക്കാണ്. അവർക്ക് ലഭിക്കേണ്ട പണമാണ് ഇത്തരത്തിൽ ആളുകൾ തട്ടിയെടുക്കുന്നത്. സർക്കാർ ജീവനക്കാരുണ്ട്, ഗസറ്റ് ഓഫീസർമാർ, കോളേജ് അധ്യാപകരും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ചുറ്റുപാടുകളുള്ള ആളുകൾ ഈ രീതി പണം തട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ സർക്കാരിന്റെ ഈ പതിവ് പരിശോധനയ്ക്ക് അപ്പുറത്തേക്കുള്ള നിയമ നടപടികളിലേക്ക് കൂടി ഇപ്പോൾ സർക്കാർ കടക്കുകയാണ്. അതാണ് വിജിലൻസ് അന്വേഷണത്തിലൂടെ വ്യക്തമാകുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഏറെക്കുറെ വ്യക്തമാണ്. പ്രത്യേകിച്ചും കോട്ടയ്ക്കൽ നഗരസഭ പോലെ വളരെ കൃത്യമായി തട്ടിപ്പ് ക്രമക്കേട് നടന്നിട്ടുണ്ടെന്ന് ബോധ്യമായ നഗരസഭകളിലൊക്കെ അധികം വൈകാതെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും സ്വീകരിക്കും.